ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കീൻസ്. ഇന്ന് ഈസി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് കുറച്ച് എരിവിൽ പൊരിച്ചത്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് തന്നെ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാവും. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ച് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ 2 മുട്ട ഞാൻ ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. നോർമലി നമ്മൾ മധുരമുള്ള ബ്രെഡെല്ലാം ഉണ്ടാക്കാറ്, ഇപ്രാവശ്യം നമുക്ക് എരിവ് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സവാള, ചെറുതായി കൊത്തി അരിഞ്ഞ സവാള, അതുപോലെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചില്ലി ഫ്ലേക്സ് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്ര മതി. ഇതിൽ കുരുമുളക് ചില്ലി ഫ്ലേക്സൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും മാത്രം ഇട്ടാലും മതി, ഉപ്പും. അപ്പം ഓപ്ഷണലാണ്. ഇതും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ഇരുന്ന് കാണാൻ ഒരു ലുക്കൊക്കെ വരും, ചില്ലി ഫ്ലേക്സൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നാക്കി നമുക്ക് മിക്സാക്കി കൊടുക്കാം. നോർമലി നമ്മളെപ്പോഴും പറയാറുള്ളത്, നമ്മൾ കോഴിക്കോട്ടുകാർ പെട്ടെന്ന് പറയാതെ വിരുന്നുകാർ വന്നാൽ ആദ്യം ഞങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ബ്രെഡ് വാട്ടിയത്, മുട്ട മറിച്ചത്, അതുപോലെ കായ വറുത്തത്, ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാൻ പഴം പൊരിച്ചത്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഓവറായിട്ടൊന്നും വേണ്ട. നെയ്യില്ലെങ്കിൽ നിങ്ങൾ ഓയിൽ, നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പാക്കി വെച്ചില്ല ബാറ്റർ, ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക, പൊരിക്കുക, സംഭവം കഴിഞ്ഞ് തിന്നാനായി ബ്രെഡ്. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷേ കഴിച്ചാൽ നമുക്ക് അത്ര പെട്ടെന്ന് മടുപ്പും വരില്ല. ഈ മധുരം പെട്ടെന്ന് മടുപ്പ് വരുമല്ലോ, എരിവാകുമ്പോൾ അത്ര പെട്ടെന്ന് നമുക്ക് മടുക്കില്ല. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. വൈകുന്നേരം വിശന്നാൽ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ച് ഇതിൻ്റെ മേലെ സവാളൊക്കെ കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് കുറച്ചും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഓവർ തീയൊന്നും വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാം. ഇത് അറിയാവുന്ന ആൾക്കാരായിരിക്കും എന്ത് ഇത്ര ചെറിയ റെസിപ്പി കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ ഇത് അറിയാത്ത എത്രയോ പേരുണ്ടാവും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്താ 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ടാൽ ഏകദേശം നമ്മുടെ ബ്രെഡ് ഫ്രൈ റെഡിയായി. കണ്ടോ, ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മളെ ബ്രെഡ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോർമലി പെട്ടെന്നൊക്കെ വിശന്നാലൊക്കെ എന്തുണ്ടാക്കുന്നൊക്കെ വിചാരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുന്ന സാധനം കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് ഫ്രൈ ഉള്ളത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ മുട്ടമറിച്ചിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. എല്ലാവരും കണ്ടിട്ട് പോസിറ്റീവും നെഗറ്റീവും ഞങ്ങളടുത്ത് പറയാം.